ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഇതിൽ ഇന്ന് രാവിലെ ഈ സംഭവം പുറത്തു വരുന്ന ഒരു സമയം, അത് വാർത്താ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഇന്ന് രാവിലെ 7:23 ഇങ്ങനെ വലിയൊരു ജയിൽ ചാട്ടം നടന്നിട്ടുണ്ട് എന്ന വിവരം ആദ്യം ഞങ്ങളാണ് മാധ്യമം എന്ന നിലയിൽ പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് എല്ലാ മാധ്യമങ്ങളും അതിലേക്ക് വന്നു, എല്ലാവരും ജാഗ്രതയോടെ നിന്നു. ആ വാർത്ത വന്നതൊക്കെ നാട്ടുകാരെ കുറേ കൂടി സജീവമായി ഇതിലേക്ക് കൊണ്ടുവരാൻ ഇടവരുത്തി. എല്ലാവരും ജാഗ്രതയോടെ പോയി. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു, ചിത്രമുടൻ തന്നെ പുറത്തുവിട്ടു. അങ്ങനെ വളരെ ഊർജ്ജസ്വലമായി പോലീസും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആ നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ നിന്ന ഒരു ഘട്ടത്തിലാണ് ഈ വലിയ കൊടും ക്രിമിനൽ പിടികൂടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും എല്ലാവരുടെയും സംശയം ഒറ്റക്കയ്യനാണ്. വളരെ അവിശ്വസനീയമായ നിലയിൽ തോന്നി ഈ വലിയ ജയിൽ മതിലുമൊക്കെ കടന്ന് അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിന്, അത് ജയിലിനകത്തെ തന്നെ മറ്റൊരു ജയിലാണ് എന്ന നിലയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത്. വലിയ അവിശ്വസനീയമായി തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരു സാഹചര്യം ആകെ ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ജയിലിലുണ്ടായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് താങ്കൾ വാർത്തയും കാര്യങ്ങളും ആ ജയിലും സംവിധാനങ്ങളും ഒക്കെ നന്നായി അറിയുന്നയാളാണല്ലോ. എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ജയിലുമായി സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളതെന്നാണ് കരുതുന്നത്? കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് 103 പേരാണ് ജയിൽ ചാടിയിട്ടുള്ളത്. ഞാൻ JDGP ആയിരുന്നു 4 വർഷം. UDF ഭരിച്ച 2 വർഷത്തിൽ, LDF ഭരിച്ച 2 വർഷത്തിൽ 3 പേര് ചാടി. അത് കഴിഞ്ഞ് UDF വന്ന് കഴിഞ്ഞപ്പോൾ 3 പേര് ചാടി. എൻ്റെ ഭരണകാലത്ത് തന്നെ 6 പേര് ചാടിയിട്ടുണ്ട്. ആകെ 103 പേരാണ് കേരള ജയിലിൽ നിന്ന് ചാടിയത്. ഇന്ത്യയിലെല്ലാം കൂടി 2200 പേര് ജയിലിൽ ചാടിയിട്ടുണ്ട്. 30 സംസ്ഥാനങ്ങളിലായിട്ട് 2200 പേര് 25 കൊല്ലം കൊണ്ട് ജയിലിൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ ജയിൽ ചാടുന്നതല്ല അതിനകത്ത് പ്രശ്നം. അതിൻ്റെ വസ്തുതകൾ പഠിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ ഈ ജയിലിൽ ചാടിയതും നമ്മുടെ പരോൾ ജമ്പ് ചെയ്തതുമായിട്ട് പുറത്ത് പോയവരിൽ 49 പേരെ ഇപ്പോഴും തിരിച്ചു പിടിച്ചിട്ടില്ല. 49, അതിന് UDF LDF വ്യത്യാസമൊന്നുമില്ല. 49 പേരെ ഇനിയും പിടികിട്ടാനുണ്ട്, ജയിൽ ചാടിയവരെയും പരോളിൽ ചാടിയവരെയും. ഇപ്പം ചാടിയ ആളിനെ 4 മണിക്കൂറിനകം പിടിച്ചു എന്നുള്ളത് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ കഴിവുകളിലൊന്നാണെന്ന് പോലീസിന് അംഗീകാരം കൊടുക്കണം. അപ്പോൾ ഈ ജയിൽ ചാടുന്നതിനെ പറ്റി വസ്തുതാപരമായി നമ്മൾ പഠിച്ചിട്ട് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അപ്പോൾ ഈ തമിഴന്മാർ പറയും വന്നത് വന്താൻ വരാതെ പാത്തുക്കോ. വന്നതിനെപ്പറ്റി ചർച്ച ചെയ്യല്ല, വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ജയിൽ ചാട്ടം കഴിഞ്ഞിട്ട് ഇന്ന് പകൽ മുഴുവൻ ഇതിനെപ്പറ്റി ചർച്ചയാണ്. ഞാൻ ടെലിവിഷനിൽ ചർച്ചകൾ കാണുകയാണ്. അപ്പോൾ ഈ ചർച്ച നടത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മഴയായിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ ജയിലിലും ടെലിവിഷനുണ്ട്. ഈ ടെലിവിഷനിൽ ഈ തടവുകാർ മുഴുവൻ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവൻ ജയിൽ ചാടി, നാളെ എങ്ങനെ ജയിൽ ചാടണം. അതിന് കേരളത്തിലെ 6000 തടവുകാർക്കും രാവിലെ തൊട്ട് ടെലിവിഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കേട്ട് പഠിച്ച തടവുകാരൻ അടുത്ത 2 മാസത്തിനകം പല ജയിൽ ചാട്ടങ്ങളുണ്ടാവും. കാരണം അവന് ഈ ടെലിവിഷൻ ചാനലുകൾ കൊടുത്തിരിക്കുന്ന ഉഗ്രൻ ക്ലാസ്സാണ്. എങ്ങനെ ജയിൽ ചാടണം, ഇവൻ എങ്ങനെ ജയിൽ ചാടി, അതാണ് അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ജയിൽ ചാട്ടം തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ചില 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, പണ്ട് ബ്രിട്ടീഷുകാരൻ ജയിൽ ചാടാതിരിക്കാൻ വളരെ കർശനമായ ചില സംഗതികൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ജയിൽ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 2010 സോമരാജൻ സാർ ഉണ്ടാക്കി. ഞാനത് കോടിയേരി ബാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം അത് അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കി, കേരള പ്രിസൺ ആക്ട്. അപ്പോൾ ആ പ്രിസൺ ആക്ട് വെച്ചിട്ട് നമ്മൾ റൂൾസ് ഉണ്ടാക്കി. കാരണം കേരള പോലീസ് ആക്ട് ഉണ്ടാക്കിയിട്ട് അതിന് റൂൾസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ജയിലിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഞാനൊരു 4 മാസം മെനക്കെട്ട് ഒരു റൂൾ എഴുതി ഉണ്ടാക്കി. ആ റൂള് എൻ്റെ പിൻഗാമിയായ സെൻകുമാർ കൊണ്ടുപോയി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കാണിച്ചിട്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ പാസ്സാക്കി. അപ്പോൾ ജയിൽ റിഫോമിൻ്റെ ഭാഗമായിട്ട് ഇത് പാസ്സാക്കിയപ്പോൾ നിയമത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ഏറ്റവും ആദ്യത്തേത്, തടവുകാരനെ കെട്ടിയിടാനൊക്കത്തില്ല. ഗോവിന്ദചാമിയെ പോലുള്ള ആളുകളെ പണ്ട് ജയിലിലെ ഗേറ്റിൽ കെട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ ആ കെട്ട് പറ്റത്തില്ല. 2, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് അവനെ വാച്ച് ചെയ്യാൻ വേണ്ടി CCTV വെച്ചു. അപ്പോൾ ആ CCTV വെച്ചപ്പോൾ അവർ കക്കൂസി പോകുന്നത് അവൻ്റെ പ്രൈവറ്റ് പാർട്സും CCTVയിൽ കാണുന്നു എന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അപ്പോൾ അന്ന് ബെഞ്ചമിൻ ഗോശി അവർ എന്നോടൊരു വാത്സല്യമുള്ള ജഡ്ജിയായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, അലക്സേ അതങ്ങ് മാറ്റ്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ CCTVകൾ മാറ്റിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റി, ഈ ഗോവിന്ദചാമി അകത്ത് എന്ത് ചെയ്യുന്നു, അവൻ ഇറങ്ങാൻ വേണ്ടി ഇത് സംഗതി താർക്കുന്നുണ്ടോ എന്ന് ആർക്കും കാണാനൊക്കാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ അവനെ വാച്ച് ചെയ്യാൻ വെച്ചിരുന്ന ക്യാമറകളെല്ലാം പുറത്തോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ വാർഡന്മാർക്ക് സെല്ലുകൾ പരിശോധിക്കുന്ന പതിവില്ലേ സർ? വാർഡന്മാർ
സെല്ലുകൾ പരിശോധിക്കുന്ന പതിവില്ലേ അപ്പോൾ? അതുണ്ട്. അത് അത് 2 മണിക്കൂർ കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത്. രാത്രിയിൽ 3 മണിക്കൂർ കൂടുമ്പോഴാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ 10-ാം നമ്പർ ബ്ലോക്ക് ഇന്നലെ രാത്രി ആ പരിശോധന നടന്നിട്ടില്ല സർ. ഇന്നലെ രാത്രി ആ പരിശോധന നടന്നിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെയല്ല, നമ്മൾ ഈ അല്ലല്ല അങ്ങനെ പറയരുത്. അതായത് ഈ ഇംഗ്ലീഷിൽ പറയും നെവർ മിസ് ദ വുഡ്സ് ഫോർ ദ ട്രീസ് എന്ന് പറയും. അപ്പോൾ ജയിലിൻ്റെ സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ട 5 കാര്യമുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ ഇവൻ കിടന്ന 10-ാം നമ്പർ ബ്ലോക്ക് ഒരിക്കലും ഒരാൾക്ക് ചാടാനൊക്കാത്തൊരു ബ്ലോക്കാണ്. അവൻ്റെ ആ മുറിയുടെ ഒരു കവറേജ് ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുമ്പോൾ ഒരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ കിടങ്ങിനെ ആഴത്തിലാക്കി വീതിയിലാക്കി. അതിന് എൻ്റെ പിന്നാലെ വന്ന് സെൻകുമാർ അത് വളരെ പെർഫെക്റ്റ് ആക്കി ആ കിടങ്ങ് ആരും ചാടാനൊക്കാത്ത പരുവാക്കി. അത് ആക്കി കഴിഞ്ഞ് പിന്നെ 3-ാമത്തെ തട്ടാണ് മതിൽ. ഈ 10-ാം നമ്പർ ബ്ലോക്കിന് മാത്രം ഒരു മതിലുണ്ട്. ആ മതിലും ചാടിയിട്ട് വേണം മെയിൻ 18 അടിയുള്ള ഇത് ചാടാനായിട്ട്. അപ്പോൾ ആ ചാട്ടത്തിൻ്റെ ഈ 4 സ്റ്റേജിനകത്ത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവൻ്റെ കതകിൻ്റെ ഗേറ്റ് അവൻ തുരുമ്പിപ്പിക്കാൻ ചെയ്തു എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ജയിലിൽ ഞങ്ങളൊരു മൊബൈൽ ഫോൺ ജാമർ വെച്ചിരുന്നു. അപ്പോൾ ജാമർ വെച്ചപ്പോൾ അവിടെ ഒരു എംടെക്കുകാരനായ ഒരു തടവുകാരൻ വന്നു, അവൻ്റെ ഭാര്യയെ തല്ലിയ കേസിൽ. തടവുകാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ഇതെന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്കൊരു 3 ഗ്രാം ഉപ്പ് തരും, ആ ഉപ്പ് ഇഞ്ഞ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തടവുകാരുടെ കയ്യിൽ നിന്ന് 3 ഗ്രാം ഉപ്പ് വെച്ച് ഇവൻ കളക്ട് ചെയ്തിട്ട് ഈ 2 പേര് തലയ്ക്ക് മേളിൽ കയറി നിന്നിട്ട് ഈ CCTV ഈ ജാമറിൻ്റെ മുകളിൽ ഉപ്പ് വെച്ചു. അപ്പോൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞ് അലിഞ്ഞിട്ട് ആ ജാമറിനകത്ത് കയറി 20 ലക്ഷം രൂപയുടെ ജാമർ ഈ എംടെക്കുകാരൻ ആഫീസ് പൊട്ടിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഇങ്ങനെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഈ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഉപ്പ് കൊടുക്കണ്ട, ആഹാരത്തിൽ ഇട്ട ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു. കറിക്കകത്ത് നമ്മൾ ഇടുന്ന ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉപ്പല്ലേ ഇപ്പോൾ അതിനെതിരെ കംപ്ലൈന്റ് പോയി. സർ, അങ്ങനെ നോക്കിയാൽ ഇപ്പോഴും ഉപ്പ് ഗോവിന്ദചാമിക്ക് ഉപ്പ് കിട്ടി. ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് അഴികൾ മുറിച്ചത്, ദ്രവിപ്പിച്ചത്. അത് ഞാൻ പറയട്ടെ. അപ്പോൾ ഈ ഉപ്പ് കൊടുക്കരുത്, കറിക്കകത്ത് ഉപ്പിട്ട് കൊടുത്താന്ന് ഞാൻ ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ കോടതി പോയി. ആ കോടതി ഉത്തരവിട്ടു ഉപ്പ് മനുഷ്യൻ്റെ പ്രൈമറി റൈറ്റ് ആണ്, അതുകൊണ്ട് അവന് കൊടുക്കണമെന്ന്. അന്ന് അങ്ങനെ എൻ്റെ ഉത്തരവിനെ മറികടന്ന് ഉപ്പ് കൊടുത്തപ്പോഴാണ് ആ ഉപ്പ് ഉപയോഗിച്ച് ഇവൻ ഇരുമ്പ് ഗേറ്റിനകത്ത് ഉപ്പ് കുറേച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പതുക്കെ തുരുമ്പിച്ചിട്ട് അവനത് ഇളക്കി പുറത്തിറക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ആ ഉപ്പിനെ ബ്ലോക്ക് ചെയ്തൊരു ഉപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവനെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി. ജാമർ ബ്രേക്ക് ചെയ്തു, CCTV ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനകത്ത് ഒരു ജാമി ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ഒരു മറ്റേ ആൾ ഇറങ്ങിപ്പോയി എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ ജയിലിൽ കിടക്കുന്ന 7000 പേരെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം, ഇനിയൊരു ജയിൽ ചാട്ടം ഉണ്ടാകാതിരിക്കാൻ നിയമത്തിൽ എന്ത് വരുത്തണം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്.